Today, we will discuss a simple topic dispersal of fruits and seeds. ശരിക്കും ഓഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു PPT വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ടോപ്പിക്കാണ്. വളരെ സിമ്പിളാണ്. Able to move. They are remain fixed at the place where they grow. പ്ലാന്റ്സിൻ്റെ കേസിൽ they cannot move from one place to another. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും ഡിസ്പേഴ്സൽ പ്ലാന്റിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ടു അവോയ്ഡ് ഓവർ ക്രൗഡിംഗ് ആൻഡ് സക്സസ്ഫുൾ ഗ്രോത്ത് ഓഫ് ഓഫ് സ്പ്രിങ്സ് ദർ മസ്റ്റ് ബി പ്രോപ്പർ ഡിസ്പേഴ്സൽ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് നിൽക്കുന്ന സ്ഥലത്ത് ഫ്രൂട്ട്സിനെ സീഡ്സിനെ ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാരൻസിന് തന്നെ പിന്നീട് ഒരു ഭീഷണിയായിട്ട് മാറും. ഓവർ ക്രൗഡിംഗ് ഉണ്ടാവും. ഡിസ്പേഴ്സൽ ഓൾസോ എലിമിനേറ്റ് ചാൻസസ് ഓഫ് കോമ്പറ്റീഷൻ. ഫുഡിനുള്ള കോമ്പറ്റീഷൻ ഈ ഒരു ഡിസ്പേഴ്സൽ കുറക്കും. അതായത് ഫുഡിന് മാത്രമല്ല, ലൈറ്റിനുള്ള കോമ്പറ്റീഷൻ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാംഗോ ട്രീൻ്റെ താഴെ വീഴുന്ന മാംഗോൻ്റെ അണ്ടികൾ മൊത്തം മുളച്ചിട്ട് ഒരുപാട് മാവുണ്ടായി കഴിഞ്ഞാൽ ആ വലിയ പാരൻറ്റിന് അത് ഭയങ്കര ഭീഷണിയാണ്. ന്യൂട്രീഷൻ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസ് കുറയും. അതേപോലെ അതിൻ്റെ താഴെ ആവുമ്പം ഓഫ് സ്പ്രിങ്സിന് സൺലൈറ്റ് കിട്ടില്ല. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് വരും. So, dispersal also eliminates chances of competition. It provides more opportunities of finding new areas to colonize, thus increase the overall population size. അപ്പോൾ ഡിസ്പേഴ്സൽ വഴി ഒരു പുതിയ ഏരിയ കണ്ടെത്താണ് ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് കോളനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഓവറാൾ പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ചെയ്യും. ഡെഹിസൻ ഫ്രൂട്ട്സിൻ്റെ കേസിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് പഠിച്ചിട്ടുണ്ട്. ഏതിൽ? ഡ്രൈ ഫ്രൂട്ട്സിൽ ഡെഹിസൻ, ഇൻഡെഹിസൻ ആൻഡ് ഷൈസോകാർപ്പിക്. ഡെഹിസൻ ഫ്രൂട്ട്സിൽ പെരികാർപ്പ് ബേർസ്റ്റ് ഓൺ റൈപ്പനിങ്, seeds are easily dispersed, whereas in indehiscent and schizocarpic fruit, seeds are liberated only after the decay or accidental destruction of the pericarp. ഡെഹിസൻ ഫ്രൂട്ട്സിൽ മെച്യൂർ ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പെരികാർപ്പ് ബേസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് സീഡ്സ് ലിബറേറ്റ് ചെയ്യും. ഇൻഡെഹിസൻറ്റിലും ഷൈസോകാർപ്പിക്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പേഴ്സൽ നടക്കില്ല. അതിനുശേഷം മണ്ണിൽ നിന്ന് ഡീകമ്പോസിഷൻ വഴിയോ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഡിസ്ട്രക്ഷൻ വഴിയോ പെരികാർപ്പ് ബേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡീകേ ചെയ്തിട്ടാണ് സീഡ്സ് പുറത്തേക്ക് വരിക. സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ് കനോട്ട് മൂവ് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം വൺ പ്ലേസ് ടു അനദർ. Their transport is brought about by external agents like wind, animals, water, etc. പ്ലാന്റ്സിന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡിസ്പേഴ്സൽ എന്നുള്ള പ്രോസസ്സ് മെയിനായിട്ട് നടക്കുന്നത് ഒന്നെങ്കിൽ വിൻഡിലൂടെ, അല്ലെങ്കിൽ ആനിമൽസ് വഴി, അല്ലെങ്കിൽ വാട്ടർ വഴിയാണ്. മെയിനായിട്ടും ഇൻവോൾവ് ചെയ്യുന്ന ഏജൻസ് ആണ് വിൻഡ്, ആനിമൽസ്, വാട്ടർ, എക്സെട്ര. Based on the agents which helps for the dispersal mechanism, there are 4 different types of dispersal mechanisms: anemochory, hydrochory, zoochory and autochory. ആനിമോകോറി എന്ന് പറയുമ്പോൾ ഏജന്റ് വിൻഡ് ആയിരിക്കും. ഹൈഡ്രോകോറിയിൽ ഏജന്റ് വാട്ടർ ആയിരിക്കും. സൂകോറിയിൽ ആനിമൽ ആയിരിക്കും. ഓട്ടോകോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിസ്പേഴ്സൽ ആണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസ്പേഴ്സൽ മെക്കാനിസം ഇസ് ആനിമോകോറി, ഡിസ്പേഴ്സൽ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിൻഡ്. വിൻഡ് ഡിസ്പേഴ്സൽ നടത്തുന്ന സീഡ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ഡിവൈസസ് നമുക്ക് കാണാൻ പറ്റും. വിൻഡ് വഴി ഡിസ്പേഴ്സ് ചെയ്യണമെങ്കിൽ സർട്ടൻ അഡാപ്റ്റേഷൻസോ അല്ലെങ്കിൽ സർട്ടൻ ഡിവൈസസോ ആ സീഡിന് ഉണ്ടായിരിക്കണം. ആൻഡ് ദർ ആർ 8 different types of anemochory. First one, lightweight and minute seeds. Second, winged seeds and fruits. Third, parachute mechanism. Fourth, sensor mechanism. Fifth, rolling mechanism. Sixth, presence of hairs. Seventh, presence of persistent style. And the last one, balloon-like appendages. ആനിമോകോറിയിലെ ഫസ്റ്റ് വൺ ആണ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് മൈന്യൂട്ട് സീഡ്സ്. ലൈറ്റ് വെയ്റ്റും മൈന്യൂട്ട് സീഡ്സും, വളരെ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞു സീഡ്സ്. സം സീഡ്സ് ആർ സോ തിൻ ആൻഡ് ലൈറ്റ് സോ ദാറ്റ് ദേ ക്യാൻ ബ്ലോൺ ഇൻ എയർ ലൈക്ക് ഡസ്റ്റ്. അതായത് പൊടി പോലെ ഇങ്ങനെ എയറിൽ പറന്ന് പോവാൻ പറ്റും അങ്ങനത്തെ സീഡ്സിന്. അതിൻ്റെ വെയിറ്റും വളരെ കുറവാണ്, അതേപോലെ മൈന്യൂട്ടും ആണ്.
And example for lightweight and minute seeds are seeds of orchids. They are smallest among plant kingdom. More than 10,000 seeds are formed in each capsule and each seed weighs about 0.004 grams. നിങ്ങൾ ഓർക്കിഡ്സിൻ്റെ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ക്യാപ്സ്യൂളാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള പിക്ചറിലുള്ള ഓർക്കിഡ് എന്ന് പറഞ്ഞത് സ്പാത്തോഗ്ലോട്ടിസ് പ്ലിക്കേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഓർക്കിഡാണ്. നമ്മളെ വീടുകളിലൊക്കെ പല വെറൈറ്റീസ് ഉണ്ട്, വയലറ്റും വൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്സ്യൂളാണ് ഈ പിക്ചറിൽ കാണുന്ന ഗ്രീൻ കളറിൽ സ്ട്രക്ചർ. അതായത് ഈ ഒരു പിക്ചറിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞത്. ആൻഡ് ഈ ക്യാപ്സ്യൂളിൽ ഒരുപാട് സീഡ്സ് ഉണ്ടായിരിക്കും. ആ സീഡ്സ് എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞു 10,000ഓളം. ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഡസ്റ്റ് പോലെ സീഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം 10,000ഓളം സീഡ്സ് 0.004 ഗ്രാംസ് വെയിറ്റ് ചെയ്യുള്ളൂ. സോ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ക്യാപ്സ്യൂൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സീഡ്സിന് പറന്ന് പോവാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് സീഡ്സ്. അതൊരു അഡാപ്റ്റേഷൻ ആണ്, വെയിറ്റ് കുറഞ്ഞ് മൈന്യൂട്ട് സീഡായി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് എയറിൽ പറന്ന് നടക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് അഡാപ്റ്റേഷൻ, ലൈറ്റ് വെയിറ്റ് ആൻഡ് മൈന്യൂട്ട് സീഡ്സ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ആനിമോകോറിയാണ് വിങ്ഡ് സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. സീഡ്സിനോ ഫ്രൂട്ട്സിനോ വിങ് ലൈക്ക് എക്സ്പാൻഷൻസ് ഉണ്ടെങ്കിൽ അത് വിൻഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യും. Wing like expansions are present in many fruits and seeds. It helps them to float in air. An example for winged seeds are moringa. നമ്മൾ മുരിങ്ങാക്കായ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് 3 എക്സ്പാൻഷൻസ് കാണാൻ പറ്റും. വിങ് ലൈക്ക് എക്സ്പാൻഷൻ. സോ വിങ്ഡ് സീഡ്സിന് എക്സാമ്പിൾ ആണ് മുരിങ്ങ. അപ്പോൾ മുരിങ്ങ പൊട്ടുന്ന സമയത്ത്, ഡ്രൈ ചെയ്ത് പൊട്ടുന്ന സമയത്ത് ഈ വിങ് ലൈക്ക് എക്സ്പാൻഷൻസ് വിൻഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യും മുരിങ്ങൻ്റെ സീഡ്സിന്. അതേപോലെ നമ്മൾ വിങ്ഡ് ഫ്രൂട്ട്സിന് എക്സാമ്പിൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്രൂട്ട്സിൽ എയ്ലാന്തസ്, അതേപോലെ ഹിപ്റ്റേജ്, ദെൻ ടെർമിനാലിയ എക്സെട്ര. മൂന്നാമത്തെ മെക്കാനിസം ആണ് പാരച്യൂട്ട് മെക്കാനിസം. പാരച്യൂട്ട് മെക്കാനിസം നമ്മൾ ഫ്രൂട്ട്സ് പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതായത് ആസ്റ്ററേസി മെമ്പേഴ്സിൽ പാപ്പസ് ഉണ്ട്. സെപ്പൽസ് മോഡിഫൈ ചെയ്ത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സെപ്പൽസ് മോഡിഫൈഡ് ഇൻ ടു ഫൈൻ persistent hair-like structures called a pappus, which is persistent and act like a parachute that allows winds to carry them to a great distance. അതായത് സീഡിൻ്റെ പുറത്ത് പെർസിസ്റ്റൻ്റ് ആയിട്ട് കാണും ഈ പാപ്പസ്. ആൻഡ് ഈ പാപ്പസ് ഇതിനെ കുറച്ച് ദൂരമെങ്കിലും ഒരു പാരച്യൂട്ട് പോലെ ആക്ട് ചെയ്ത് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യും. സോ ഇതിങ്ങനെ കാറ്റിൽ പറന്നിട്ട് തൊട്ടപ്പുറത്തെ സ്ഥലത്ത് പോയിട്ട് വീണ് അതൊരു ടൈപ്പ് ഓഫ് ഡിസ്പേഴ്സൽ ആണ്. So pappus act as parachute in Asteraceae. And the fourth type of anemochory is sensor mechanism. Sensor mechanism നമ്മൾ ഫ്രൂട്ട്സ് പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പോറസ് ക്യാപ്സ്യൂളിൻ്റെ കേസിൽ. എന്താ പോറസ് ക്യാപ്സ്യൂൾ? പോറസ് ക്യാപ്സ്യൂളിൻ്റെ ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നെക്കിൽ സർട്ടൻ ഹോൾസ് ഫോം ചെയ്യും. ആൻഡ് ഈ ഹോൾസിനുള്ളിലൂടെയാണ് സീഡ്സിൻ്റെ ഡിസ്പേഴ്സൽ നടക്കുന്നത്. In plants like Papaver somniferum, Opium or poppy, fruit is a porous capsule. They will produce some pores on the neck region of fruit. When the fruit is shaken violently by wind, seeds are scattered in all directions. During this process, all seeds do not escape together and the dispersal continues for a quite long time. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോൾസിനുള്ളിലൂടെ ഒറ്റ പ്രാവശ്യം വിൻഡ് അടിക്കുമ്പോഴേക്ക് മുഴുവൻ സീഡ്സും പുറത്തു പോവില്ല. ചെറിയൊരു വിൻഡിൽ കുറച്ച് ചെരിയുന്ന സമയത്ത് 1-2 സീഡ്സ് കൊഴിയാം. ഒരുപാട് ഓൾ ഡയറക്ഷനിൽ വിൻഡ് വരുന്നതിനനുസരിച്ച് പല ഡയറക്ഷനിൽ സീഡ്സിൻ്റെ ഡിസ്പേഴ്സൽ നടക്കും. സോ അങ്ങനത്തെ ഡിസ്പേഴ്സൽ മെക്കാനിസത്തിനെയാണ് സെൻസർ മെക്കാനിസം എന്ന് പറയാം. അഞ്ചാമത്തെ മെക്കാനിസം ആണ് റോളിംഗ് മെക്കാനിസം. Plants like Amaranthus dry out after bearing fruits and seeds. Amaranthus എന്ന് പറയുന്നത് ചീരയാണ്. ചീരൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസ്. ചീര സ്പീഷീസ് മൊത്തം ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും കഴിഞ്ഞാൽ പ്ലാന്റ് എന്ത് ചെയ്യും? ഉണങ്ങും, ഡ്രൈ ആവും. Eventually, the entire plants break off at the base of stem due to the force of wind and rolls over the ground. അതായത് ഉണങ്ങിയിട്ടുള്ള ഈ പ്ലാന്റ്
വിൻഡിൻ്റെ ഫോഴ്സിൽ എന്ത് ചെയ്യും, ബ്രേക്ക് ഓഫ് ചെയ്യും. അതിൻ്റെ സ്റ്റെമ്മ് സോയിലുമായിട്ട് ടച്ച് ചെയ്യുന്ന പോർഷനിൽ ഇതിൻ്റെ സ്റ്റെം എന്ത് ചെയ്യും, ബ്രേക്ക് ഓഫ് ചെയ്യും ഡ്യൂ ടു ദി ഫോഴ്സ് ഓഫ് വിൻഡ് ആൻഡ് റോൾസ് ഓവർ ദ ഗ്രൗണ്ട് ഷെഡിങ് ദ സീഡ്സ് ഓൾ അലോങ് ദ വേ. സോ ഇത് ബ്രേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രൈ ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൗണ്ടിൽ ഇങ്ങനെ റോൾ ചെയ്യും. ആ റോൾ ചെയ്യുന്നതിനനുസരിച്ച് പോകുന്ന വഴിയിലൊക്കെ ഇതിൻ്റെ സീഡ്സ് ലിബറേറ്റ് ചെയ്യും. സച്ച് റോളിംഗ് പ്ലാന്റ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ടെമ്പിൾ വീഡ്സ്. സിക്സ്ത് വൺ ഈസ് presence of hairs. Seeds of some plants possess hairs which helps them to float in air. ചില സീഡ്സിൻ്റെ പുറത്ത് ഹെയർസ് പ്രസൻ്റ് ആയിരിക്കും which helps them to float in air. ഏത് എക്സാമ്പിൾ, അപ്പൂപ്പൻ താടിയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൂപ്പൻ താടിൻ്റെ സീഡിൻ്റെ പുറത്ത് ഹെയർസ് ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ പറന്ന് നടക്കുന്നത്. ആൻഡ് എക്സാമ്പിൾ ഫോർ പ്രസൻസ് ഓഫ് ഹെയർസ് ആർ Gossypium herbaceum, അതായത് കോട്ടൺ പ്ലാന്റ്. ഹെയർസ് ആർ ദ ഔട്ട്ഗ്രോത്ത് ഫ്രം ദ സീഡ് കോഡ് ആൻഡ് ഒക്കേഴ്സ് ഓൾ അലോങ് ദ സർഫസ്. ആ ഒരു ഉന്നക്കായയിലും നമ്മൾ ശരിക്കും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. ഗൊസീപ്പിയം ഹെർബേഷ്യം പക്ക കോട്ടൺ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഉന്നക്കായൻ്റെ കേസിൽ ആ ഒരു ഹെയർസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഉന്നം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീഡ് കോട്ടിൻ്റെ ഔട്ട്ഗ്രോത്ത് ആണത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സീഡ്സ് കാണാറുണ്ട് ബ്ലാക്ക് കളറിൽ. അതിൻ്റെ ഔട്ട്ഗ്രോത്ത് ആയിട്ടാണ് ആ ഹെയർസ് ഫോം ചെയ്യുന്നത്. സോ ഈ സീഡ് കോട്ടിന് ചുറ്റും ഫോം ചെയ്യുന്ന ഔട്ട്ഗ്രോത്ത്സ് ആണ് അതിൻ്റെ ഹെയർസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കാണുന്നത്, ഈ പിക്ചറിൽ കാണുന്നത്. ആൻഡ് വേറെ എക്സാമ്പിൾ ആണ് കലോട്രോപ്പിസ് ആൻഡ് അസ്ക്ലിപ്പിയാസ് കുറസാവിക്ക. കലോട്രോപ്പിസ് നമുക്കറിയാം എരിക്കാണ്. അസ്ക്ലിപ്പിയാസ് കുറസാവിക്ക എന്ന് പറഞ്ഞിട്ടുള്ളത് കപ്പും സാസറും എന്ന് പറഞ്ഞൊരു പ്ലാന്റ്. അതിൻ്റെ പിക്ചർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കേസിൽ ഹെയർ നമുക്ക് സീഡിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് കാണുക. ഏതുപോലെ, അപ്പൂപ്പൻ താടി പോലെ. അപ്പൂപ്പൻ താടിൻ്റെ ഒരു സൈഡിൽ ഒരുപാട് ഹെയർസ് ആണ്. അങ്ങനെയാണ് കലോട്രോപ്പിസിലും അസ്ക്ലിപ്പിയാസിലും ഹെയർസ് കാണുന്നത്. ശരിക്കും അസ്ക്ലിപ്പിയാസിൻ്റെ സീഡാണ് അപ്പൂപ്പൻ താടിയായിട്ട് കാണുന്നത്. അതേപോലെ കലോട്രോപ്പിസിൻ്റെതും അപ്പൂപ്പൻ താടിയായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള പിക്ചറാണ് അസ്ക്ലിപ്പിയാസിൻ്റെ സീഡ്. ആൻഡ് ഇതാണ് അസ്ക്ലിപ്പിയാസ് കുറസാവിക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. ആൻഡ് വേറൊരു എക്സാമ്പിൾ ആണ് അൽസ്റ്റോണിയ സ്കൊളാരിസ്. ആൻഡ് ഇൻ അൽസ്റ്റോണിയ സ്കൊളാരിസ് ബോത്ത് ദ എൻഡ്സ് ഓഫ് സീഡ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ഹെയർസ്. ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഹെയർസ്. സീഡിൻ്റെ രണ്ട് സൈഡ്സ് നിന്നും ടഫ്റ്റ്സ് ഓഫ് ഹെയർസ് ആണ് അൽസ്റ്റോണിയ സ്കൊളാരിസ്, അതായത് ഏഴിലം പാലയിൽ ഫോം ചെയ്യുന്നത്. സെവൻത് മെക്കാനിസം ഈസ് പെർസിസ്റ്റന്റ് സ്റ്റൈൽസ്. ഇൻ ക്ലിമാറ്റസ് ആൻഡ് നരവേലിയ, ഈ രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ അക്കീൻസിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ അക്കീൻസ് പറഞ്ഞപ്പോൾ അക്കീൻസ് സിമ്പിൾ ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ഇല്ല, അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആയിട്ടാണ് ശരിക്കും ക്ലിമാറ്റിസും നരവേലിയും വരുന്നത്. എറ്റേറിയോ ഓഫ് അക്കീൻസ്, അവിടെ ഓരോ അക്കീൻസിൻ്റെ ബാക്കിലും, അതായത് ഓവറി ഫ്രൂട്ടായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫെദറി ആയിട്ടുള്ള സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്റ്റൈൽസ് ഓഫ് ഫ്ലവർ പെർസിസ്റ്റന്റ്. ഫെദറി ആയിട്ടുള്ള പെർസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റൈൽ പ്രസന്റ് ആണ് വിത്ത് ദ ഫ്രൂട്ട്. സച്ച് സ്റ്റൈൽസ് ഹെൽപ്സ് ദ ഫ്രൂട്ട് ഇൻ ഫ്ലോട്ടിംഗ് ഇൻ എയർ. ഈ ഒരു പിക്ചർ കണ്ടത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഈ രണ്ട് അക്കീൻസിന്റെ ടിപ്പിലും, അതായത് ഓരോ രണ്ട് അക്കീൻസ് ഞാൻ ഉദ്ദേശിച്ച ക്ലിമാറ്റിസ് ആൻഡ് നരവേലിയ, അക്കീൻസിന്റെ ഒക്കെ ഓരോ അക്കീൻസിനും പെർസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ ഉണ്ട് which helps them to float in air. Last type of anemochoria ആണ് balloon like appendages. ഏതെങ്കിലും ഫ്രൂട്ടിന് പുറത്ത് balloon like appendages നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ balloon like appendages നോക്കാം. In some plants certain floral parts become inflated which helps fruit and seeds floating in air and are carried to long distance by wind. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഇത് ഫൈസാലിസ് മിനിമയാണ്. കേപ്പ് ഗൂസ്ബെറി, നമ്മുടെ നാട്ടിൽ നൊട്ടങ്ങ എന്ന് പറയും. പെർസിസ്റ്റന്റ് കാലിക്സ് ഈസ് ഇൻഫ്ലേറ്റഡ്. ഇതിൻ്റെ പുറത്ത് നമ്മൾ ഗ്രീൻ കളറിൽ ബലൂൺ ലൈക്ക് ആയിട്ട് കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കാലിക്സ് ആണ്. സോ അതൊരു ബലൂൺ ലൈക്ക് അപ്പൻഡേജ് ഫോം ചെയ്തിട്ടുണ്ട് അറൗണ്ട് ദി ഫ്രൂട്ട്. ആൻഡ് സെക്കൻഡ് എക്സാമ്പിൾ ഇസ് കാഡിയോസ്പെർമം ഹെലിക്ക ക്യാബം, ബലൂൺ വൈൻ എന്ന് പറയും. ആൻഡ് നമ്മുടെ നാട്ടിൽ ഇതിന് ഉഴിഞ്ഞ എന്നാണ് പറയുക. ആൻഡ് ഹിയർ ക്യാപ്സ്യൂൾ ഈസ് ഇൻഫ്ലേറ്റഡ്. സോ ഈ രണ്ട് ഫ്രൂട്ട്സിൻ്റെയും ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള പോർഷൻ അല്ലെങ്കിൽ ബലൂൺ ലൈക്ക് അപ്പൻഡേജസ്
അതിൻ്റെ ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യും. ഏത് വഴി? ആനിമോകോറി വഴി. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിസ്പേഴ്സൽ മെക്കാനിസം is hydrocory, dispersal by water. Fruits or seeds specialized for dispersal by water generally develop some kind of floating devices and protective covering which make them water resistant. ത്രൂ വാട്ടർ ഡിസ്പേഴ്സൽ നടക്കണമെങ്കിൽ മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വാട്ടറിലൂടെ ഡിസ്പേഴ്സൽ നടക്കാനുള്ള സ്പെഷ്യൽ ഡിവൈസസ്, ഫ്ലോട്ടിംഗ് ഡിവൈസസ് ആ ഒരു പെർട്ടിക്കുലർ ഫ്രൂട്ടിനോ സീഡിനോ അത്യാവശ്യമായിട്ട് വരും. അതേപോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചീഞ്ഞു പോവരുത്. സോ പ്രൊട്ടക്റ്റീവ് കവറിങ്ങും കൂടി വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വാട്ടറിലൂടെ ഡിസ്പേഴ്സൽ നടക്കുള്ളൂ. ആൻഡ് എക്സാമ്പിൾ ഫോർ ഹൈഡ്രോകോറി is കോക്കോസ് ന്യൂസിഫറ. ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ളത് തേങ്ങ തന്നെയാണ്, കോക്കനട്ട്. കോക്കോസ് ന്യൂസിഫറിന്റെ കേസിൽ മീസോകാർപ്പീസ് ഫൈബ്രസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരികാർപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള മീസോകാർപ്പ് ഫൈബ്രസ് ആണ്, which function as both protective as well as floating device. ചകിരി ആയതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. രണ്ടാമത് അത് അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. So fruit can travel long distance in water without any damage, and this adaptation makes coconut a characteristic vegetation of coastal area. അതായത് കോക്കോസ് ന്യൂസിഫറിന്റെ മീസോകാർപ്പ് പ്രൊട്ടക്റ്റീവ് ആസ് വെൽ ആസ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് കോസ്റ്റൽ ഏരിയയിലെ മെയിൻ വെജിറ്റേഷൻ ആയിട്ട് കോക്കനട്ട് മാറിയിട്ടുള്ളത്. സോ അതാണ് ഒരു എക്സാമ്പിൾ ഹൈഡ്രോകോറിക്ക്. ആൻഡ് സെക്കൻഡ് എക്സാമ്പിൾ ഇൻ നെലുംബോ ന്യൂസിഫറ. Seeds are embedded in spongy thalamus which helps the fruit to float in water. അതായത് സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ടോപ്പ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ, ഇതാണ് ഈ ടോപ്പ് ഷേപ്ഡ് സ്ട്രക്ചറിന്റെ ഉള്ളിൽ എന്താ പറയുക എംബഡ് ചെയ്തിട്ടാണ് ഇതിന്റെ സീഡ്സ് കാണുന്നത്. അതായത് ഈ സ്പോഞ്ചി തലാമസിൽ എംബഡ് ചെയ്തിട്ട് വിച്ച് ഹെൽപ്സ് ദ ഫ്രൂട്ട്സ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. അപ്പം ഇതടക്കം വീണ് കഴിഞ്ഞാൽ അതങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോയിക്കോളും. അപ്പം ഇത്രയാണ് ഹൈഡ്രോകോറി. Third type of dispersal mechanism is zoocory, dispersal by animals. Large number of fruits and seeds are dispersed by animals including man because animals frequently visit places suitable for seed germination. അതായത് അപ്പം ആനിമൽസ് ആണെങ്കിലും ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് അവൈലബിലിറ്റി ഒരു പ്ലേസിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ എന്ത് ചെയ്യും, വിസിറ്റ് ചെയ്യും. ആൻഡ് അതുവഴി ആ സീഡ്സ് നമ്മൾ അവിടുന്ന് എടുത്തു പോകുന്ന ആ ഒരു സീഡിനെ എവിടെയെങ്കിലും ഇടുന്നത് വഴി അതിൻ്റെ ഡിസ്പേഴ്സൽ നടക്കും. ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ബൈ ആനിമൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 different types: hooked fruits and seeds, sticky fruits and seeds, and edible fruits. സൂകോറി വഴി ഡിസ്പേഴ്സൽ നടക്കണമെങ്കിൽ ഫ്രൂട്ട്സിനും സീഡ്സിനും ചില ക്യാരക്ടേഴ്സ് വേണം. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ഹുക്ക്ഡ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. മെനി ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഹാവ് ഹുക്സ്, stiff hairs, hooked bristles or spines which become attached to skin, fur or wool of passing animals or human beings and may be carried to some distance before being dropped. അതായത് ഫ്രൂട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും ഒക്കെ പുറത്തുണ്ടാവുന്ന ചില ഹുക്സോ അല്ലെങ്കിൽ ഹെയർസോ, ബ്രിസിൽസ് എന്ന് പറയുമ്പം ഹെയർസിൻ്റെ വേറൊരു രൂപം തന്നെയാണ്. സ്പൈൻസോ ഒക്കെ സ്കിന്നിൽ അല്ലെങ്കിൽ ഫറിൽ അല്ലെങ്കിൽ വൂളിലൊക്കെ അറ്റാച്ച് ചെയ്യും. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡ്രസ്സിലൊക്കെ ആവാം. സോ അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ഫ്രൂട്ട്സും സീഡ്സും കുറച്ച് ദൂരം കഴിഞ്ഞതിന് ശേഷം ആ ആനിമലിൻ്റെ മേലിൽ നിന്ന് കൊഴിഞ്ഞു വീഴാം. അങ്ങനെ എന്ത് ചെയ്യും, ഡിസ്പേഴ്സൽ മെക്കാനിസം നടക്കും. These structures develops from various parts of the fruit or from surrounding structures. Their number also varies depending upon structures. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ബൈഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ട്. ആൻഡ് ബൈഡൻസിൻ്റെ കേസിൽ ഫ്രൂട്ട്സ് ആർ പ്രൊവൈഡഡ് വിത്ത് 2 hooks. ഇതാണ് ബൈഡൻസ്. ഇതിൻ്റെ ഓരോ ഫ്രൂട്ടിനും 2 ഹുക്സ് പ്രസന്റ് ആണ്. ആൻഡ് ഇൻ ക്സാന്തിയം ന്യൂമറസ് ഹുക്സ് ഡെവലപ്സ് ഫ്രം പെരികാർപ്പ്. കാരമുള്ള എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ക്സാന്തിയം. സോ പെരികാർപ്പിന്റെ പുറത്ത് നിറയെ എന്താണ്, ഹുക്സ് ആണ്. വെറാസ് ഇൻ മാർട്ടീനിയ ഫ്രൂട്ട്സ് ആർ പ്രൊവൈഡഡ് വിത്ത് 2 large hooked bristles. ഇത് മാർട്ടീനിയന്റെ ഫ്രൂട്ട് ആണ്. ഇതിന്റെ ഒരു സൈഡിൽ നമുക്ക് 2 ലാർജ് ഹുക്സ് കാണാൻ പറ്റും.
Second type of zoochory is sticky fruits and seeds. Some species of plants produce sticky fruits and seeds. Sticky glands are present on the fruits of Boravia and Cleome. അതായത് ചില ഫ്രൂട്ട്സിലും സീഡ്സിലൊക്കെ സ്റ്റിക്കി ഗ്ലാൻസ് പ്രസന്റ് ആയിരിക്കും. എക്സാമ്പിൾ ബൊറാവിയ തഴുതാമയാണ് ആൻഡ് ക്ലിയോം കാട്ടുകടുകാണ്. ആൻഡ് വേറൊരു എക്സാമ്പിൾ ആണ് വിസ്കം. ഇറ്റ് ഈസ് എ പാർഷ്യൽ സ്റ്റെം പാരസൈറ്റ്. Seeds are enclosed by sticky pulp. Such fruits and seeds adhere to the beak or feet of birds and are transported from one place to another. അതായത് വിസ്കത്തിന്റെ കേസിൽ സീഡിനെ കവർ ചെയ്തിട്ട് ഒരു സ്റ്റിക്കി പൾപ്പ് ഉണ്ട്. സോ അത് ആ സ്റ്റിക്കി പൾപ്പ് കഴിക്കാൻ വരുന്ന ബേർഡ്സിന്റെ ഫീറ്റിലോ ബീക്കിലോ അറ്റാച്ച് ചെയ്തിട്ട് അത് കുറച്ച് ദൂരമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാം. സോ അതുവഴി ഡിസ്പേഴ്സൽ നടക്കും. സൂകോറിയിലെ മൂന്നാമത്തെ type ആണ് edible fruits. Edible fruits are chiefly disseminated by birds, rodents and man. Fleshy part of succulent fruits provide food to these animals. എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ഫ്രൂട്ട് ആയിട്ട് അതിൻ്റെ എഡിബിൾ പാർട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഫ്രൂട്ട് എടുത്ത് പോന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ സീഡ് എവിടെയെങ്കിലും എന്ത് ചെയ്യും? വലിച്ചെറിയും. അതുവഴിയാണ് അതിൻ്റെ ഡിസ്പേഴ്സൽ നടക്കുന്നത്. സോ ഫ്ലഷി പാർട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേർഡ്സും റോഡൻസും മാൻസും ഈ ഫ്രൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ ഫ്രൂട്ട് ഈസ് ഈറ്റൺ ആൻഡ് ഡൈജസ്റ്റഡ് ബൈ ബേർഡ്സ് ആൻഡ് അതർ ആനിമൽസ്, ബട്ട് ദ സീഡ്സ് ബീയിങ് പാസ്ഡ് അൺഹാംഡ് ത്രൂ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഡിസ്ചാർജ്ഡ് വിത്ത് ഫീക്കേഴ്സ് അറ്റ് പ്ലേസസ് വേർ ദേ ഗിവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്. ആൻഡ് ചില സീഡ്സ് ആനിമൽസിൻ്റെയോ അല്ലെങ്കിൽ ബേർഡ്സിൻ്റെയോ ഒക്കെ ഡൈജസ്റ്റീവ് ട്രാക്കിലൂടെ പാസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ജെർമിനേറ്റ് ചെയ്യുള്ളൂ. അങ്ങനത്തെ സീഡ്സും ഉണ്ട്. സോ ആ സീഡ്സ് ഒക്കെ എഡിബിൾ ഫ്രൂട്ട്സ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യുന്നവയാണ്. എക്സാമ്പിൾ ഫൈക്കസ് ബംഗാളൻസിസ്, ബനിയൻ ട്രീ ആൻഡ് ഫൈക്കസ് റിലീജിയോസ പീപ്പിൾ. നമ്മൾ അരയാലും അതേപോലെ സാധാ ടൈപ്പ് ആലുമാണ്. ഗ്രോ ഓൺ വാൾസ് ഓർ ബ്രാഞ്ചസ് ഓഫ് അതർ ട്രീസ് ഡ്യൂ ടു റിലീസ് ഓഫ് ദെയർ സീഡ്സ് ബൈ ബേർഡ്സ് അറ്റ് ദീസ് പ്ലേസസ്. അതായത് നമ്മൾ ശരിക്കും ആലിനെ ഈ ടാങ്കിൻ്റെ സൈഡിൽ, വാട്ടർ ടാങ്കിൻ്റെ സൈഡിലൊക്കെ പലപ്പോഴും ആൽമരങ്ങൾ, പല ടൈപ്പ് ആൽമരങ്ങൾ അധികം മണ്ണൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഗ്രോ ചെയ്യുന്നത് കാണാറുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ സീഡ്സ് അവിടെ എത്തിയേ? വെള്ളം കുടിക്കാൻ വരുന്ന ബേർഡ്സിൻ്റെ ബീക്കിലോ ഫീറ്റിലോ ഒക്കെ അതിൻ്റെ സീഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫ്ലഷി പാർട്ട് കഴിച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്ത് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. അത് വീണിട്ടാണ് ഈ സൈഡ്സിൽ ആൽമരങ്ങൾ ഗ്രോ ചെയ്യുന്നത്. Widest dissemination of useful species of plants has been brought about by man himself through his agricultural and industrial purposes. നമ്മൾ എഡിബിൾ ഫ്രൂട്ട്സിൽ ബേർഡ്സിനെയും ആനിമൽസിനെയും റോഡൻസിനെയും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് വൈഡസ്റ്റ് ഡിസമിനേഷൻ, അതായത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് യൂസ്ഫുൾ സ്പീഷീസ് മെയിനായിട്ടും നടത്തിയിട്ടുള്ളത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. എന്തിനു വേണ്ടി? ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മൈസ് ഇൻട്രൊഡ്യൂസ് ടു ഇന്ത്യ ബൈ പോർച്ചുഗീസ്. അതായത് പോർച്ചുഗീസ് ആണ് സെൻറ്റർ ഓഫ് ഒറിജിൻ മൈസിൻ്റെ. അവിടുന്ന് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മൈസിനെ. അതേപോലെ കോഫീൻ്റെ കേസിൽ കോഫി ഈസ് ഇൻട്രൊഡ്യൂസ് ടു ഇന്ത്യ ഫ്രം മെക്ക ബൈ അറബ്സ്. കോഫിയ അറാബിക്ക എന്നാണ്. കോഫിയുടെ സെൻറ്റർ ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞത് അറേബ്യൻ കൺട്രീസ് ആണ്. അവിടുന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയിലേക്ക്. ആൻഡ് ടീ ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ ഓർ ചൈന. ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ ഓർ ചൈന ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു അതർ കൺട്രീസ്. ആൻഡ് കാഷ്യൂ നട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇന്ത്യ ബൈ പോർച്ചുഗീസ്. അതേപോലെ ഹെവിയ ബ്രസീലിയൻസിസ് റബ്ബർ. ബ്രസീലിയൻസിസ് എന്നാണ് സ്പീഷീസ് നെയിം. So its center of origin is Brazil. So widest dissemination of useful species നടത്തിയിട്ടുള്ളത് human beings ആണ്. Last type of dispersal mechanism is called autochory, self dispersal. അതായത് dispersal by explosive and spring-like mechanism. It is a less common method. Here, fruits open with force and scatter the seeds in all directions. നിങ്ങൾ ഏതെങ്കിലും ഫ്രൂട്ടോ സീഡോ ഒറ്റയ്ക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് ബസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒറ്റയ്ക്ക് അങ്ങ് ഡിസ്പേഴ്സൽ നടക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പ്ലാന്റ് ഉണ്ട്, തുപ്പല പെട്ടി എന്ന് പറയും.
അത് നമ്മൾ ചെറുപ്പത്തിൽ നാവിന്ന് ഇങ്ങനെ ജസ്റ്റ് തുപ്പലാക്കിയിട്ട് ആ ഫ്രൂട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അങ്ങ് പൊട്ടിത്തെറിക്കും. അതേപോലെ തന്നെയാണ് നമ്മളെ ബോൾസം ഇംപേഷ്യൻസും. അതായത് ഏത് പ്ലാന്റാണെന്നറിയോ, ഇത് ഓണച്ചെടി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഈ 2 പ്ലാന്റ്സുമാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. വേറെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. Mature fruits burst open with a force and the carpels rolled up immediately just like a spring, and through this process seeds are shot several feet away. Automatically ആണ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. ഈ ഒരു ഇംപേഷ്യൻസിന്റെ ഫ്രൂട്ടിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതെന്ത് പെട്ടെന്ന് എന്ത് ചെയ്യും, അതങ്ങ് പൊട്ടിയിട്ട് അതിന്റെ സീഡ്സ് ലിബറേറ്റ് ചെയ്യും. അങ്ങനെ സ്പ്രിങ് ആയിട്ട് അങ്ങ് റോൾ ചെയ്യും. ആ ഒരു ടൈപ്പ് ഓഫ് മെക്കാനിസത്തിനെയാണ് ഓട്ടോകോറി എന്ന് പറയാം. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോഴേക്ക് ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ സൗണ്ടൊന്നും നമുക്ക് അങ്ങനെ കേൾക്കാനൊന്നും പറ്റില്ല. അതിന്റെ കാർപ്പൽ സ്പ്രിങ് ലൈക്ക് ആയിട്ട് അതിന്റെ സീഡ്സിന്റെ ഡിസ്പേഴ്സൽ നടക്കുക. അതിനെയാണ് ഓട്ടോകോറി എന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ മെക്കാനിസംസ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ആനിമോകോറി, ഹൈഡ്രോകോറി, സൂകോറി ആൻഡ് ഓട്ടോകോറി. താങ്ക് യു.